അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 193. ബെഡിൽ വന്നിരുന്ന് അഗ്നി എന്തൊക്കെയോ പറയുകയാണ്. ജ്വാല, അവരുടെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞതല്ലേ ഞാൻ. ദുഷ്ടൻ വിട്ടില്ല, എന്നിട്ടെന്നെ കൊണ്ടുപോയതുമില്ല. അവള് മുഖം വീർപ്പിച്ചുകൊണ്ട് പിറുപിറുത്തു. അവളുടെ ആ സംസാരവും കേട്ടുകൊണ്ടാണ് അഗ്നി റൂമിലേക്ക് കയറി വന്നത്. ബെഡിലിരിക്കുന്ന ജ്വാലയെ അവൻ ആകെയൊന്ന് നോക്കി. ഒരു സ്കേർട്ടും ടോപ്പുമാണ് അവളുടെ വേഷം. അകത്തേക്ക് കയറി വന്ന അഗ്നിയെ കണ്ട് മുഖമൊന്ന് വിടർന്നെങ്കിലും അവൻ ലേറ്റായി വന്നതുകൊണ്ട് പരിഭവം കൊണ്ട് ജ്വാലയുടെ മുഖം കൂടിപ്പോയി. അത് കണ്ട് അഗ്നി ഒന്ന് ചിരിച്ചു. ഒരു 5 മിനിറ്റ് കേട്ടോ, ഈ ഷർട്ടൊന്ന് മാറ്റിക്കോട്ടെ, എന്നിട്ട് നമുക്ക് പോവാ, അഗ്നി പറഞ്ഞു. ഒപ്പം ചെറുതായി നനഞ്ഞ് ദേഹത്തേക്ക് ചേർന്ന ഷർട്ട് അഴിച്ചു മാറ്റുകയും അലമാര തുറന്ന് മറ്റൊന്ന് എടുക്കുകയും ചെയ്തു. ഞാൻ എങ്ങോട്ടുമില്ല, ജ്വാല പറഞ്ഞു. അഗ്നി അവളെ ഒന്ന് നോക്കി. അതെന്താ? അവൻ അവൾക്കടുത്തേക്ക് വന്നു. ഇല്ല, അത്ര തന്നെ. അവള് ചുണ്ടു കുറിപ്പിച്ചു. വാശി കാണിക്കാതെ വരാൻ നോക്കൂ കുഞ്ഞാ, ഞാൻ കുറച്ച് ബിസിയായി പോയി, അതുകൊണ്ടല്ലേ. അവിടെ പ്രോഗ്രാം തുടങ്ങാൻ ലേറ്റാവുന്ന അപ്പൂനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞേ. മഴയല്ലേ, അതുകൊണ്ട് തുടങ്ങാൻ ലേറ്റാവും, നമുക്ക് പെട്ടെന്ന് പോവാ. അവൻ അവളെ അനുനയിപ്പിക്കാൻ നോക്കി. ഞാനില്ല, എത്ര തവണ വിളിച്ചു ഞാൻ, ഒന്ന് ഫോൺ എടുത്തെന്താ, അവൾ ചോദിച്ചു. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു, അവന്റെ മറുപടിയും വന്നു. പിന്നെ ജ്വാലയൊന്നും ചോദിച്ചില്ല. വാ പോവാ, അഗ്നി ഷർട്ട് ഇട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് വെയ്യ, ഞാൻ എങ്ങോട്ടുമില്ല, ദേവേട്ടൻ വേണേ പൊക്കോ, അവൾ വാശി പോലെ പറഞ്ഞു. അഗ്നി അവൾ അല്പനേരം ഒന്ന് നോക്കി. എൻ്റെ പൊന്നു കുഞ്ഞാ, ഞാനൊരു കാര്യത്തിന് പോയതല്ലേ, അതുകൊണ്ടല്ലേ ലേറ്റായേ, നീ വെറുതെ ഉടക്കാതെ വരാൻ നോക്ക്, എൻ്റെ മൈൻഡ് ശരിയല്ല ഇപ്പോൾ, അഗ്നി ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കി. ഞാൻ ആരോടും ഒരു ഉടക്കനുമില്ല, ഞാൻ വരണില്ല, ദേവേട്ടൻ വേണേ പൊക്കോ, എനിക്ക് വെയ്യ ഇനി. അവൾ അപ്പോഴും കലിപ്പിൽ തന്നെയാണ്. പക്ഷെ അവളോട് കൊഞ്ചി സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല അഗ്നി ആ സമയം. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം നേരെ പോയത് അവന്മാർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ്. നഷ്ടപരിഹാരം കിട്ടിയാലേ നീയൊക്കെ പരാതി പിൻവലിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവന്മാരുടെ കൂട്ടുകാരിൽ ഒരുവൻ പറഞ്ഞ മറുപടി അഗ്നി ഓർത്തു. അങ്ങനെ പണം തന്നെ വേണമെന്നൊന്നുമില്ല, പകരം നീ ഇന്നലെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചില്ലേ, അവളെ കുറച്ചു നേരത്തിന് കിട്ടിയാലും മതി. അതോർക്കവേ അഗ്നിയുടെ മുഖം വീണ്ടും വെലിഞ്ഞു മുറുകി. അവൻ ജ്വാലയിൽ നിന്നും മുഖം തിരിച്ചു. അവനെ ഇന്നലെ അവരുടെ കൂടെ കണ്ടിട്ടില്ല, അവർക്ക് കൂട്ടിരിക്കാൻ വന്നതാ ആ പന്ന മോനിന്ന്. എന്തായാലും മറ്റവരെല്ലാം ഡിസ്ചാർജ് ആയാലും അവൻ ആയുഷ്കാലം മുഴുവൻ ആ ഹോസ്പിറ്റലിൽ കിടക്ക, ഇനി എഴുന്നേൽക്കില്ല അവൻ, അതിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അഗ്നിയുടെ പല്ലു മുറുകി. അവനെന്റെ പെണ്ണിനെ വേണമെന്ന്, കള്ളമോൻ. അഗ്നിയുടെ ശബ്ദം താഴ്ന്നതാണെങ്കിലും അവനെന്തോ പറയുന്നുണ്ടെന്ന് ജ്വാല അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വ്യക്തമല്ല. അവൾക്ക് അവൻ വൈകി വന്നതിലുള്ള പരിഭവമാണ്. മീനും പൊന്നും ഇന്ന് അവിടെയെല്ലാം ചുറ്റിക്കാണാന്ന് പറഞ്ഞതാ. ദേവേട്ടന്റെ കൂടെ പോയി ഞാനും അങ്ങനെയൊക്കെ അവരുടെ കൂടെ നടക്കാന്ന് കരുതി. പക്ഷെ ഇനി എങ്ങനെ? അവൾക്ക് അതാണ് ഇത്രയും ദേഷ്യം. ഒപ്പം അഗ്നി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിലുള്ള പിണക്കവും. പക്ഷെ അഗ്നിയാണെങ്കിൽ ഇങ്ങനൊരു ദേഷ്യത്തിലും. അതിനിടയിൽ ജ്വാലയുടെ പിണക്കം മനസ്സിലായെങ്കിലും വല്ലാതെ അവളോട് സ്നേഹം കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. അഗ്നിയിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. അച്ചമ്മയോട് അമ്മമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല ആ കേസ് അവന്മാര് പിൻവലിച്ചു എന്ന്. അത് സമ്മതിക്കും വരെയും ആ പന്നമോനിട്ട് കൊടുത്തിരുന്നു ഞാൻ. ഒടുക്കം ഇനി ഒന്നിനും വരില്ലാന്നും കേസ് പിൻവലിച്ചോളാന്നും പറഞ്ഞു. ഇനി ഒന്നിനെയും ഒരിക്കലും എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുതെന്നൊരു താക്കീതോടെ അവിടെ നിന്ന് ഇറങ്ങി. അന്നേരം തൊട്ട് തുടങ്ങിയ മഴയാ. അഗ്നി ജ്വാലയെ ഗൗരവത്തോടെ നോക്കി. അവൾ അപ്പോഴും അവനെ കൂർപ്പിച്ചു നോക്കുകയാണ്. വാ പോവാ, അഗ്നി പറഞ്ഞു. ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ, ദേവേട്ടൻ വേണേ പൊക്കോ, അവള് പറഞ്ഞു. എന്തിനീ വാശി, അത്രയും പ്രധാനപ്പെട്ട കാര്യത്തിന് പോയതുകൊണ്ടല്ലേ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ആയിക്കോട്ടെ, എന്നാലൊന്ന് വിളിച്ചു പറഞ്ഞൂടെ ലേറ്റാവുന്ന്, ഞാൻ എത്ര നേരം കൊണ്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുക അറിയോ, അവള് ദേഷ്യത്തിൽ ഓരോന്ന് ചോദിച്ചു. ഒപ്പം അവന്റെ കൈകൾ അവളിൽ നിന്ന് എടുത്തു മാറ്റുകൂടി ചെയ്തു. അഗ്നിക്കാണെങ്കിൽ അല്പം മുന്നേ നടന്നതും ഇപ്പോഴുള്ള ജ്വാലയുടെ വാശിയും കൂടി ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം കൂടി വരുന്നത് പോലെ. കുഞ്ഞാ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, നമുക്കെല്ലാം പിന്നെ സംസാരിക്കാം. ഇപ്പൊ തന്നെ ഞാൻ വന്നത് നിനക്ക് ക്ഷേത്രത്തിൽ പോണെന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഇനി ലേറ്റായിട്ട് ഞാൻ വരുമായിരുന്നുള്ളൂ, അവൻ പറഞ്ഞു നോക്കി. ആയിക്കോട്ടെ, എനിക്ക് എങ്ങോട്ടും പോണ്ട, ദേവേട്ടൻ പോവാനുള്ളിടത്തൊക്കെ പൊക്കോ. അവൾ ഇട്ട ഡ്രസ്സ് മാറ്റാനായി അലമാര തുറന്നു. നീ വരുന്നില്ല എന്ന് ഉറപ്പിച്ചോ? അഗ്നിയുടെ ശബ്ദം കെടുത്തു. ഇല്ല, വരുന്നില്ല. ഇനി എന്തിനാ പോണേ? ഞാനില്ല, ദേവേട്ടൻ പൊക്കോ, അവള് മുഖം വീർപ്പിച്ചു. ശരി, എത്രയെന്നും വെച്ച് ഇങ്ങനെ കെഞ്ചുന്ന ഞാൻ നിന്നോട്? നിനക്ക് വാശിയാ, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ. ഞാനെപ്പോഴും കൊഞ്ചിക്കൊണ്ട് വരുന്നതുകൊണ്ടല്ലേ നിന്റെ സ്വഭാവം ഇങ്ങനെ. ഒരനുസരണയില്ലാതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോളും എപ്പോഴും, അവൻ ഒരലർച്ച പോലെ പറഞ്ഞു. ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. കണ്ണുകൾ പോലും കലങ്ങിയതുപോലെ. ജ്വാലയ്ക്ക് അവന്റെ മുഖം കണ്ട് പേടി തോന്നി. എന്താ ദേവേട്ടാ, ഞാൻ വെറുതെ, അവള് പേടിയോടെ പറഞ്ഞു. വാശിയാവാ എന്ന് കരുതി മനുഷ്യന്റെ തലേ കയറരുത്. നിനക്ക് വരാൻ സൗകര്യമില്ലെങ്കിൽ നീ വരണ്ടടി, അല്ലാതെ നിന്റെ കാല് പിടിച്ച് നിന്നെ കൊണ്ടുപോകാനൊന്നും എനിക്ക് കഴിയില്ലല്ലോ. ഇങ്ങനെയുണ്ട് ഒരു സ്വഭാവം, സ്വന്തം ഇഷ്ടം മാത്രം എപ്പോഴും, അഗ്നി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. ജ്വാല അവനെ പകപ്പോടെ നോക്കി. തന്നോട് ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജ്വാലയുടെ കണ്ണ് നിറഞ്ഞുപോയി. ദേവേട്ടാ, അവള് വിളിച്ചു. വിളിക്കണ്ട, നീ വരുന്നില്ല എന്നല്ലേ പറഞ്ഞ്? വേണ്ട, വരണ്ട, ഇവിടെ ഇരുന്നോ,
നീയുണ്ടെങ്കിലേ പോവുന്ന എനിക്കുമില്ല, ഞാൻ പോവാ. അത്രയും പറഞ്ഞ് ജ്വാലയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അഗ്നി പെട്ടെന്ന് പുറത്തേക്ക് പാഞ്ഞുപോയി. അഗ്നിയുടെ ഇന്നോളം ഇല്ലാത്ത പെരുമാറ്റത്തിൽ പകപ്പോടെ ആ പെണ്ണിന്റെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. ജ്വാല അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ അഗ്നി ക്ഷേത്രത്തിലെത്തി. പാർക്കിങ്ങിൽ കാറ് നിർത്തി അതിൽ പെട്ടെന്ന് തന്നെ പരിപാടി നടക്കുന്ന ആ ഭാഗത്തേക്ക് നടന്നു. മഴ തോർന്നിട്ടുണ്ട്. അഗ്നി ആരോടൊക്കെയുള്ള ദേഷ്യം പോലെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിന്റെ അടുത്തെത്തിയതൊന്നും അവൻ അറിഞ്ഞതുകൂടിയില്ല. പരിപാടി തുടങ്ങിയതുകൊണ്ട് തന്നെ ആകെ ബഹളമാണ്. കുട്ടികളുടെ ഡാൻസ് അടിപൊളിയായി നടക്കുന്നുണ്ട്. എല്ലാവരും അത് ആസ്വദിച്ച് കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അഗ്നിക്ക് മാത്രം ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ജ്വാലയോട് താൻ പറഞ്ഞത് എന്തെല്ലാമാണെന്ന് അവൻ അപ്പോഴാണ് ആലോചിച്ചത്. വല്ലാതെ വേദന തോന്നിപ്പോയി അവന്. അവളോട് എന്തിനാ ദേഷ്യം കാണിച്ച്? എന്തുകൊണ്ടാ ഞാൻ ലേറ്റായെന്ന് അവൾക്ക് അറിയാത്തോണ്ടല്ലേ? അവൻ വല്ലായ്മയോട് ഓർത്തു. തോളിൽ ഒരു കയ്യമർന്നതും അഗ്നി തിരിഞ്ഞു നോക്കി. അപ്പു ആണ്. പൊന്നോ മീനോ വ്യാസുമെല്ലാം അവനൊപ്പം തന്നെയുണ്ട്. ഏട്ടനെപ്പോ എത്തി? അപ്പു ചോദിച്ചു. വന്നതേയുള്ളൂ. പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. പിന്നെന്താ ഇവിടെ നിൽക്കുന്നേ? വാ, മുന്നിൽ സ്ഥലം ഒഴിവുണ്ട്. മീനു ആണ് അത് പറഞ്ഞത്. ഇല്ല, ഞാനിവിടെ നിന്നോളാം, അഗ്നി പറഞ്ഞു. അവന്റെ മുഖം ആകെ ചുവന്നിരുന്നു. പൊന്നു അവനെ തന്നെ ഉറ്റുനോക്കി. അല്ല അഗ്നിയേട്ടാ, ജ്വാല എവിടെ? പൊന്നു ചോദിച്ചു. എല്ലാവരും അപ്പോഴാണ് ജ്വാല അഗ്നിക്കൊപ്പം ഇല്ലാന്നത് തന്നെ ശ്രദ്ധിക്കുന്നത്. അത് അത് അവള് വന്നില്ല, അവൻ വല്ലായ്മയോടെ പറഞ്ഞു. പൊന്നു മീനു അവനെ അമ്പരന്ന് നോക്കി. വന്നില്ലാന്നോ? അവള് റെഡിയായി നിൽക്കായിരുന്നല്ലോ. അഗ്നിയേട്ടൻ വന്നിട്ട് പെട്ടെന്ന് വരാന്ന് ഞങ്ങളോട് പറഞ്ഞതാ. ഞങ്ങൾ മൂന്നാൾ ഇവിടെയൊക്കെ കറങ്ങി നടക്കാനും പ്ലാൻ ഇട്ടതാ. എന്നിട്ടിപ്പോ അവള് വന്നില്ലേ? മീനു ആവേശത്തോടെ ചോദിച്ചു. അഗ്നി അവളെ വിഷമത്തോടെ നോക്കി. ഞാൻ വിളിച്ചതാ, വന്നില്ല. എന്തു പറ്റി അഗ്നി? അവന്റെ മുഖം കണ്ട് വ്യാസ് ചോദിച്ചു. വാശി അല്ലാതെന്താ? ഞാനല്പം ലേറ്റായി പോയി വീട്ടിലെത്താൻ. ആ വാശിക്ക് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എടുത്തോണ്ട് വരാൻ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ, അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഉള്ളിലെ സങ്കടം മറയ്ക്കാൻ എന്ന പോലെ. പക്ഷെ അവൻ പറയുന്നത് കേട്ട് 4 പേരും അവനെ തന്നെ നോക്കി. അല്ലെങ്കിൽ ജ്വാല ഒരു കൊച്ചു കുഞ്ഞാണെന്ന് അവൻ തന്നെയാ പറയാറുള്ളേ. ആ ആളിപ്പോ അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അവനോടത് ചോദിക്കാൻ ആരും മുതിർന്നില്ല. കാരണം ജ്വാല വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടി വേദന അവന് സ്വയം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും ഒന്നും മിണ്ടിയില്ല. വാഗ്നി മുന്നിലേക്ക് പോവാ, വ്യാസ് പറഞ്ഞു. നിങ്ങൾ ചെല്ല്, ഞാനില്ല, അവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു. മങ്ങിയ മുഖത്തോടെ അവരെല്ലാം അവിടെ നിന്ന് പോയി. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞ നിമിഷമായിരുന്നു അത്. ഞാൻ കാരണം എൻ്റെ കുഞ്ഞൻ കരയായിരിക്കും അവൻ്റെ നെഞ്ചു വിങ്ങി. കുഞ്ഞു തന്നെയല്ലേ, എന്നോടല്ലേ അവൾക്ക് ഈ വാശിയൊക്കെ കാണിക്കാൻ പറ്റൂ? മറ്റാരോടും അവൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എന്നോട് അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ? അഗ്നിയുടെ കണ്ണുകൾ വല്ലാതെ തുളുമ്പി. അവന്മാരോടുള്ള ദേഷ്യം അവളോട് തീർത്തതുപോലെ ആയിപ്പോയില്ലേ ഇപ്പോ എൻ്റെ കുഞ്ഞ്? അഗ്നിയുടെ കൈകൾ അവൻ്റെ ടാറ്റൂവിൽ അമർന്നു. അവന് ജ്വാലയൊന്ന് കാണാൻ കൊതി തോന്നി. അവളോട് ഒരുപാട് സോറി പറയാൻ, ചേർത്ത് പിടിക്കാൻ, എല്ലാം പറഞ്ഞ് അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. അത്രയ്ക്ക് ഇന്നത്തെ ദിവസം അവളിങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പൊന്നുവും മീനുവും പറഞ്ഞപ്പോഴാണ് അഗ്നിക്ക് മനസ്സിലായത്. അവൻ പെട്ടെന്ന് കാറിനടുത്തേക്ക് നടന്നു. പക്ഷെ പെട്ടെന്ന് വീണ്ടും മഴ കനത്തു. അഗ്നി മഴയിൽ നിന്നും ഒതുങ്ങി നിന്നു. കാർ പാർക്കിങ്ങിലാണ് നിർത്തിയിരിക്കുന്നത്. അതുവരെ നനഞ്ഞു പോവേണ്ടി വരും. എന്നാലും സാരമില്ല, എൻ്റെ കുഞ്ഞവിടെ വേദനിച്ച് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ? അഗ്നിയുടെ കൈകൾ തലമുടിയിൽ മുറുകി. അഗ്നി, നീ എന്നാടെ എത്തിയേ? പെട്ടെന്ന് അരികിൽ നിന്ന് ഒരുവൻ ചോദിച്ചതും അഗ്നിയുടെ നോട്ടം അങ്ങോട്ടേക്ക് പോയി. അവൻ്റെ മുഖം ഒന്ന് വിടർന്നു. ബിനീഷ്. കുട്ടിക്കാലത്ത് തറവാട്ടിൽ വരുമ്പോഴെല്ലാം അഗ്നിക്കൊപ്പം ഉണ്ടായിരുന്ന അവൻ്റെ ബാല്യകാല സുഹൃത്തു കൂടിയാണ് വിനീഷ്. അഗ്നി അവനെ നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു ദിവസം ആയടാ. അഗ്നി നേർമയായി പുഞ്ചിരിച്ചു. ആ സംസാരം നീണ്ടുപോയി. പക്ഷെ അവനോട് സംസാരിക്കുമ്പോഴും അഗ്നിയുടെ ചിന്ത മുഴുവൻ ജ്വാലയെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെ നിന്നും തിരികെ വരാൻ കഴിയാത്ത അവസ്ഥയും. വിനീഷ് ആണെങ്കിൽ വാതോരാതെ സംസാരിക്കുന്നു. കൂടെ അവൻ്റെ ഭാര്യയും മക്കളെയെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കുഞ്ഞാ. അഗ്നി പലതവണ അവളുടെ പേര് മനസ്സിൽ ഉരുവിട്ടു. എന്നാൽ അതേസമയം എന്തൊക്കെ പറഞ്ഞാലും തന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് തന്നെയും കൊണ്ട് മാത്രമേ അഗ്നി ക്ഷേത്രത്തിലേക്ക് പോകുന്നു കരുതി നിന്ന ജ്വാല അഗ്നിയുടെ പെരുമാറ്റം ഓർത്ത് പേടിയോടെയും വിങ്ങലോടെയും ബെഡിൽ കിടന്ന് കരയുകയായിരുന്നു. ആ സമയം രാത്രി 10 മണി കഴിഞ്ഞപ്പോഴാണ് കൗസ്തുഭത്തിൽ നിന്നും പോയവരെല്ലാം തിരികെ വന്നത്. ഒപ്പം തന്നെ അഗ്നിയും. വിനീഷിനോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം തിരികെ വരാൻ തുടങ്ങിയപ്പോഴാണ് അവനെ ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് വിളിപ്പിച്ചത്. എല്ലാത്തിൻ്റെ മേൽനോട്ടത്തിൽ അഗ്നിയും പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ അവന് അങ്ങോട്ട് പോവേണ്ടി വന്നു. അതാണ് ഇത്രയും നേരം വൈകിയത്. അഗ്നി കാറിൽ നിന്നിറങ്ങിയതും എല്ലാവരുടെയും നോട്ടം അവനിലേക്ക് നീണ്ടു. പൊന്നും മീനവും ജ്വാല ഇല്ലാതെയാണ് അഗ്നി വന്നിരിക്കുന്നതെന്ന കാര്യം എല്ലാവരോടും പറഞ്ഞിരുന്നു. അവസാനം മോഹനും ചിത്തുവും ചോദ്യം ചെയ്തപ്പോൾ അഗ്നി എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എങ്കിലും ജ്വാലയോട് ദേഷ്യപ്പെട്ടതിന് ആവശ്യത്തിന് ചിത്തുവിൻ്റെ വായിന്ന് കേട്ടിട്ടുണ്ടവന്. ഒന്നും മിണ്ടാതെ അഗ്നിയെല്ലാം കേട്ട് നിന്നതേയുള്ളൂ. ആ, നിങ്ങൾ എത്തിയോ? കണ്ണാ, മോള് വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ വന്നില്ല അല്ലേ?
ഞാൻ കരുതി നീ അവളെയും കൊണ്ടാ പോയതെന്ന്. കുറച്ചു മുന്നേ അവള് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാ അവളില്ലാതെ നീ പോയെന്ന് അറിഞ്ഞത്. വസുന്ധര അഗ്നിയോട് ചിരിയോടെ പറഞ്ഞു. അവൾ എവിടെ അച്ചമ്മേ? ഇടർച്ചയോടെ അവൻ ചോദിച്ചു. റൂമിലുണ്ടാവും. കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ വന്ന് കിടന്നിരുന്നു. മോൾക്ക് എന്തോ സങ്കടമുള്ളതുപോലെ തോന്നി. പക്ഷെ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്താ കണ്ണാ, പിണങ്ങിയോ രണ്ടാളും? മിനിയാണ് അത് ചോദിച്ചത്. അഗ്നി വിഷമത്തോടെ അവരെ ഒന്ന് നോക്കിയതേയുള്ളൂ. എല്ലാം ഞാൻ പറയാം അമ്മേ. ഇപ്പോ കണ്ണൻ പോയി മോളെ ഒന്ന് കാണട്ടെ. പാവന്റെ കുട്ടി ഇന്ന് അങ്ങോട്ട് പോകുന്നതില് വലിയ സന്തോഷത്തിലായിരുന്നു. ആ, എന്ത് ചെയ്യാനാ കണ്ണാ, നിനക്ക് ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ചിത്തു ഗൗരവത്തിൽ പറഞ്ഞു. അഗ്നി അവരെ നോക്കി തല താഴ്ത്തി, തെറ്റ് ചെയ്തതുപോലെ. കുഞ്ഞനെന്തെങ്കിലും കഴിച്ചോ അമ്മമ്മേ? അഗ്നി വീണ്ടും ചോദിച്ചു. ഒന്നും വേണ്ട, വിശപ്പില്ലാന്നൊക്കെ പറഞ്ഞതാ. പിന്നെ ഞാനും വസുവും കൂടി വാരിക്കൊടുത്തു. പക്ഷെ മോള് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. ചോദിച്ചിട്ട് കാരണമൊന്നും പറഞ്ഞില്ല. എന്തേ മോനെ പ്രശ്നം? മിനി അഗ്നിയുടെ കൈ പിടിച്ചു. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അതും പറഞ്ഞ് ആർക്കും മറ്റൊരു മറുപടിയും കൊടുക്കാതെ അഗ്നി മുകളിലേക്ക് പാഞ്ഞു. കണ്ണാ, കഴിക്കുന്നില്ലേ മോനെ? മോഹൻ വിളിച്ചു ചോദിച്ചു. വേണ്ട, അവൻ പറഞ്ഞു. എല്ലാവരും അവൻ പോകുന്നത് നോക്കി വിഷമത്തോടെ നിന്നു. അഗ്നി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ജ്വാല ബെഡിൽ കിടക്കുകയാണ്. അപ്പുറം തിരിഞ്ഞാണ് കിടക്കുന്നത്. നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും. അഗ്നി വേഗം ഡോറടച്ച് അവൾക്കടുത്തേക്ക് വന്നിരുന്നു. ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളുടെ കവിളിൽ അപ്പോഴും മായാത്ത കണ്ണുനീർ നനവ്. തലമുടി മുഖത്ത് ഒട്ടിപ്പിടിച്ചു കിടക്കുന്നു. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കലും ഞാൻ കാരണം അവൾ കരയരുതെന്നേ കരുതിയിട്ടുള്ളൂ. എന്നിട്ടും അവൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾക്കടുത്തായി വന്നു കിടന്നു. ആ സമയം തന്നെയാണ് അവളുടെ പാദസരം ഒന്ന് കിലുങ്ങിയത്. അഗ്നി അവളുടെ കാലിലേക്ക് നോക്കി. അവൾ കാലുകൾ ഒന്നുകൂടി ചുരുക്കി വെച്ചിട്ടുണ്ട്. ജ്വാല ഉറങ്ങിയിട്ടില്ലാന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. അവൻ അവൾക്കടുത്തേക്ക് ചേർന്ന് കിടന്നു. ജ്വാല അനങ്ങിയില്ല. പക്ഷേ കണ്ണുകൾ തുറന്നവൾ. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അഗ്നി അവളുടെ വയറിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്തു. അവൾ കുതറിയില്ല, മിണ്ടിയതുമില്ല. കുഞ്ഞ, അഗ്നി വിളിച്ചു. ജ്വാലയുടെ സങ്കടം ഇരട്ടിച്ചു. ആ വിളിയിലെ നോവ്, സ്നേഹം എല്ലാം അറിഞ്ഞതുപോലെ. പക്ഷെ ഒന്ന് മൂളാൻ പോലും കഴിയാതെ അവൾ കിടന്നു. സോറി. അവളുടെ പിൻകഴുത്തിൽ മുഖമമർത്തി ഇടർച്ചയോട് അവൻ പറഞ്ഞു. ജ്വാല കണ്ണുകൾ ഇറുക്കിയടച്ചു. മൗനത്താൽ വേദന തീർത്തുകൊണ്ട് ഒരു ദിവസം തൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് അഗ്നി മനസ്സിൽ പറഞ്ഞപ്പോൾ താൻ ദേവേട്ടനോട് ഇങ്ങനെ വാശി കാണിക്കരുതായിരുന്നു എന്നാണ് അവൾ മനസ്സിൽ പറഞ്ഞത്. രണ്ടുപേരും അത്രമേൽ വേദനിച്ചത് സ്വയം പറഞ്ഞുപോയ വാക്കുകൾ കൊണ്ട് തന്നെയാണ്. ഇണക്കമുള്ളിടത്ത് ചെറിയ പിണക്കങ്ങളില്ലാതെ എങ്ങനെയാണ്? തുടരും.